എന്താ സാർ ആലോചിക്കുന്നത്? ഏയ് ഒന്നുമില്ല. എന്നാ ഞാൻ പറയട്ടെ സാർ എന്താ ആലോചിക്കുന്നതെന്ന്. എന്നാ കേക്കട്ടെ. ഞാൻ ആലോചിച്ച കാര്യം കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ തന്നെ ഞാൻ സമ്മതിച്ചു തരാം. ഇന്ന് നമ്മൾ സിറ്റിയിൽ പോയപ്പോ നമ്മുടെ പിന്നാലെ വന്ന വണ്ടിക്കാരൻ ആരാണ്, അത് കഴിഞ്ഞ് വന്ന ലോറിക്കാരന്റെ വരവ് എന്തിനായിരുന്നു, ഇതൊക്കെയല്ലേ സാർ ആലോചിക്കുന്നത്? അയ്യോ നന്ദിനി, കറക്റ്റ്. ആ, താനിത് എങ്ങനെ പിടിച്ചു? സാറിനെ എനിക്ക് അറിഞ്ഞൂടെ? ഇനി അത് തന്നെ മനസ്സിൽ വെച്ചിരുന്നു സാർ. അത് കഴിഞ്ഞു, അവരവരുടെ വഴിക്കും പോയി. എന്നാലും അതെന്റെ മനസ്സിൽ നിന്ന് അങ്ങ് വിട്ടുപോകുന്നില്ല. എന്തോ ഒരു പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം? ഒരു കാര്യമില്ലാതെ അതെന്നെ ആലോചിച്ച് വിട്ടെ എല്ലാം വിട്ടെ. ആ ഓക്കെ, വിട്ടു. ഇനി താൻ എന്തെങ്കിലും പറ. നാളെ സാറിന് എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടാവും? ഉണ്ടോന്ന് ചോദിച്ചാ യൂഷ്വൽ പ്രോഗ്രാംസ് തന്നെ. ഓഫീസിൽ പോണം, പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. ആ, എന്നാ നാളെ എന്നെ ഒരു സ്ഥലം വരെ കൊണ്ടുപോവോ? എവിടെ? അതൊക്കെ നാളെ പോകുമ്പോ പറയാം. അപ്പൊ എന്തോ ഒരു രഹസ്യം ഉണ്ടല്ലോ. എന്നെ ഏതെങ്കിലും അമ്പലത്തിൽ കൊണ്ട് ചാടിക്കാനാണോ? ഞാനത് പ്രതീക്ഷിച്ചു. എന്തായാലും ഞാൻ ചോദ്യമൊന്നും ചോദിക്കുന്നില്ല, തന്റെ ഇഷ്ടം പോലെ. താങ്ക് യു സർ. പിന്നെ മറ്റന്നാൾ എന്താ ദിവസം? മറ്റന്നാള് പ്രത്യേകിച്ച് എന്താ? ഒരു പ്രത്യേകത ഉണ്ട്, ആലോചിച്ചിട്ടൊന്ന് പറ. എനിക്കൊരു പ്രത്യേകതയും തോന്നില്ല. ആലോചിച്ചിട്ട് വിശേഷ പ്രയോജനമൊന്നുമില്ല. മറ്റന്നാളെ സാറിന്റെ അച്ഛന്റെ അമ്മയുടെ വിവാഹ വാർഷികം. വിവാഹ വാർഷികോ? അതും 30ാമത്തെ വിവാഹ വാർഷികം. അല്ല, ഇതൊക്കെ തനിക്കെങ്ങനെ അറിയാം? അച്ഛൻ പറഞ്ഞോ? അതെന്തിനാ യതി സാറ് പറയുന്നേ? ഞങ്ങള് ഞങ്ങളുടെ വീട്ടിൽ ആഘോഷിക്കുന്ന കാര്യല്ലേ. എടോ, അച്ഛന്റെ അമ്മയുടെ വിവാഹ വാർഷികം നിങ്ങളുടെ വീട്ടിൽ ആഘോഷിച്ചിരുന്നോ? ആ, പിന്നല്ലാതെ എല്ലാ വർഷവും ഞങ്ങൾ ആഘോഷിക്കും. കാത്തുവിന്റെയും പിച്ചുവിന്റെയും പിറന്നാള് പോലെ ഗംഭീരായിട്ട് കൊണ്ടാടുകയും ചെയ്യും. എടോ, അത് കൊള്ളാലോ. ഇതിവിടെ എല്ലാവരും അറിയിക്കേണ്ട സംഗതിയാണല്ലോ. എന്നിട്ട് താൻ എന്താ നേരത്തെ പറയാതിരുന്നത്? ഞാനിങ്ങാനും നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ സാർ അതും പറഞ്ഞ് പത്മ മാഡത്തിനെ ദേഷ്യം പിടിപ്പിക്കും. അതുകൊണ്ടാ ഞാൻ പറയാതിരുന്നത്. ഞങ്ങൾ എന്താ ആഘോഷിക്കുന്നറിയോ? കേക്കട്ടെ, പറ. അതായത് താമീരമ്മയുടെ ഉത്സവം ഞങ്ങൾ ആഘോഷിക്കില്ലേ, അത് ഞങ്ങളുടെ ദൈവമല്ലേ. അതേപോലെ തന്നെ ഞങ്ങളുടെ ദൈവ യതി സാറും. അതാ യതി സാറിന്റെ പിറന്നാളും വിവാഹ വാർഷികവും ഒക്കെ ഞങ്ങൾ ആഘോഷിക്കുന്നത്. എന്റെ നന്ദിനി, സത്യം പറയാലോ, എനിക്ക് നിങ്ങളുടെ ഈ കോൺസെപ്റ്റ് ഒന്നും മനസ്സിലാവുന്നേ ഇല്ല. എടോ, ഇതെങ്ങനെ ഇങ്ങനെയൊക്കെ ആവാൻ പറ്റുന്നത്? ഇങ്ങനൊക്കെ ആവാൻ എളുപ്പ, നല്ല മനുഷ്യരായ മതി. അത് താര എനിക്കിട്ടൊന്ന് കൊട്ടിയതാണല്ലോ. കൊട്ടിയതുമല്ല തട്ടിയതുമല്ല. ആ, അപ്പൊ നാളെ എന്നെ കൊണ്ടുപോവല്ലോ. അതിലൊരു മാറ്റമില്ല. പക്ഷേ ഏത് അമ്പലത്തിലേക്കാണ് കൊണ്ടുപോകുന്നെങ്കിലും ഒരുപാട് എന്നെ കഷ്ടപ്പെടുത്തരുത് പ്ലീസ്. അതൊന്നുമില്ല. സാർ കഷ്ടപ്പെടുന്നതേ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. പിന്നെ തനിക്ക് എന്താ ഇഷ്ടം? ഇത്രയും നാളായിട്ടും എന്റെ ഇഷ്ടങ്ങളൊന്നും മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ അവിടെ ചുമ്മാ ഇരുന്നാ മതി. അതെ, തന്റെ ഈ ഇഷ്ടങ്ങളെന്ന് പറഞ്ഞാ അത് ആലോചിച്ച് കണ്ടുപിടിക്കണം, അല്ലാതെ ചുമ്മാ എന്നോട് ചോദിക്കാൻ നിൽക്കരുത്. ഓ, എന്റെ ഇഷ്ടം എന്റെ മനസ്സിലുണ്ട്, അത് പിടിക്കാൻ പറ്റുമോ നോക്ക്. അത്
അതെന്തായിരിക്കും? മാഡം പറയുന്ന സൂര്യയും നന്ദിനിയും ഞാൻ സ്കെച്ച് ചെയ്ത് കഴിഞ്ഞു. അവൻ കുറച്ച് മിടുക്കനാണല്ലോ മാഡം. പിള്ളേരെന്നോട് അങ്ങനെയാ പറഞ്ഞത്. ആ, ഞാനും അവനെ കുറിച്ച് കേട്ടിരിക്കുന്നത് അങ്ങനെയാണ്. അതുകൊണ്ട് സൂക്ഷിക്കണം. കാശുള്ള വീട്ടിലൊരു പയ്യൻ, അതിന്റെ പേരിൽ കാണിക്കുന്ന അല്പസ്വല്പം ധിക്കാരം, അതും ഞങ്ങളുടെ ജോലിയും തമ്മിൽ താരതമ്യം ചെയ്യരുത് മാഡം. അപ്പൊ എങ്ങനെയാ മാഡം? നാളെ തന്നെ തീർക്കട്ടെ രണ്ടിനെ. അതെ, ഒരു കാരണവശാലും ഗംഗയോ സുദർശനോ ഞാനോ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് പുറത്താരും അറിയാൻ പാടില്ല. സാറേ, ഈ സിറ്റിയില് നിത്യേന 1 or 2 കൊലപാതകങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതിൽ പലതിന്റെയും കാരണക്കാരെ പോലീസ് ഇതുവരെയും കണ്ടെത്തിയിട്ടില്ല. കണ്ടെത്തില്ല. കാരണം നടക്കുന്ന കൊലപാതകങ്ങളിൽ ഭൂരിപക്ഷവും ഞങ്ങൾ തീരുമാനിച്ച് നടപ്പാക്കിയതാണ്. അതിലേക്ക് ആരും അന്വേഷിച്ചെത്താൻ പോകുന്നില്ല. ബൈജു, ഒരു കാരണവശാലും പിടിച്ചു പോകരുത്. നാളെ എന്ന് പറഞ്ഞ നാളെ ഒറ്റ ദിവസം. നാളെ തന്നെ ഇതിന്റെ റിസൾട്ട് കിട്ടിയിരിക്കണം. സ്കെച്ച് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് ഓപ്പറേഷനാണ് മാഡം. അതിനിടയിലേ ഞങ്ങൾക്ക് വിശ്രമത്തിനൊന്നും സമയമില്ല. എന്നാ ബൈജു വയ്ക്കോ. നാളെ വളരെ അത്യാവശ്യത്തിന് വേണ്ടി മാത്രം നമ്മൾ തമ്മിലുള്ള കോണ്ടാക്ട് മതി. ബൈജു അല്ലാതെ വേറെ ആരും എന്നെ കോണ്ടാക്ട് ചെയ്യാനും പാടില്ല. അറിയാം മാഡം, ഇതൊക്കെ നമ്മുടെ സ്ഥിര ഏർപ്പാടല്ലേ. അപ്പോ ഗുഡ് നൈറ്റ്. ഗംഗെ, പാളിപ്പോയ തീക്കളിയാ.